നടൻ സലീം കുമാറിനെതിരായ വിനായകന്റെ പരോക്ഷ പരിഹാസത്തിന് മറുപടിയുമായി നടനും മകനുമായ ചന്തു സലീം കുമാർ, സീനിയർ നടന്മാർ തന്നെ മാറ്റി നിർത്തുമായിരുന്നുവെന്നും നിന്റെ അച്ഛൻ മാത്രമേ കൂടെ നിർത്തിയിട്ടുള്ളൂവെന്നും തന്നെ ആദ്യം കണ്ടപ്പോൾ വിനായകൻ അതാണ് തന്നോട് പറഞ്ഞതെന്നും ചന്തു പറയുന്നു. വിനായകൻ എന്നെ ആദ്യം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സീനിയർ നടന്മാരെന്ന് പറയണമാരൊക്കെ എന്നെ മാറ്റി നിർത്തുമായിരുന്നടാ. നിന്റെ അച്ഛനില്ലേ, അയാൾ മാത്രമേ എന്നെ കൂടെ നിർത്തിയിട്ടുള്ളൂ. അതാണടാ അയാളുടെ ക്വാളിറ്റി എന്നാണ്. ഇതേ ആൾ തന്നെയാണ് ഇതും പറയുന്നത്. ഡ്രഗ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരാളെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അയാൾക്ക് ആര് എന്തെന്ന് പോലും മനസ്സിലാകുന്നില്ല. അയാൾ ഇതുവരെ പോയിട്ടുള്ള പരിപാടികൾ എല്ലാം ഒന്നില്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസുകൾ, അല്ലെങ്കിൽ സാമൂഹിക സമ്മേളനങ്ങൾ. അവിടെയെല്ലാം അയാളെ കേൾക്കാൻ വരുന്നവരോടാണ് അയാൾ സംസാരിക്കുന്നത്. അവിടെയെല്ലാം പോയിരുന്ന് എന്നെപ്പോലെ എല്ലാവരും കുടിച്ച് ലിവർ സിറോസിസ് വരുത്തി വെക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അറിയാനും അത് പറഞ്ഞു മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ എന്നാണ് ചന്തു കുറിച്ചത്. മദ്യം മൂലം ആരോഗ്യം നശിച്ചവർ പോലും പൊതുവേദിയിൽ വന്ന് യുവതീ-യുവാക്കളെ ഉപദേശിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. നടൻ സലീം കുമാറിനെതിരെയാണ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. നടൻ സലീം കുമാറിനെതിരെയാണ് വിനായകൻ പോസ്റ്റിലൂടെ ലക്ഷ്യം വെച്ച് എന്നായിരുന്നു ആരാധകരുടെ കണ്ടെത്തൽ. കള്ളടിച്ച് മൂത്ത് പഴുത്ത് സകലതും അടിച്ചു പോയ എഴുന്നേറ്റ് നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവന്മാരെ പൊതുവേദിയിൽ വന്നിരുന്ന് ഡ്രഗിനെ പറ്റി പറയുന്നത് കോമഡിയാണ്. ദുരന്തവും മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ്. കള്ളാണേലും കഞ്ചാവാണേലും പെണ്ണാണേലും സ്വന്തമായി പൊങ്ങാനാവാതെ മറ്റുള്ളവരുടെ തോളിൽ തൂങ്ങി പൊതുവേദികളിൽ വന്നിരുന്ന് ടെക്നോളജിയെക്കുറിച്ച് ഒന്നും അറിയാത്ത നീയാണോ യുവതീ-യുവാക്കളെ ഉപദേശിക്കുന്നത്? ചത്ത ഈ ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തല്ലേ. ചാകാറായാൽ വീട്ടിൽ പോയിരുന്ന് ചത്തോളണം. സിനിമ നിന്നെയൊക്കെ മയക്കുന്നത് കൊണ്ടല്ലേടാ മക്കളെയും അതിലേക്ക് തള്ളിക്കയറ്റി വിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ നോക്കുന്നത്. നീയൊക്കെ അല്ലേടാ യഥാർത്ഥ ഡ്രഗ് അഡിക്റ്റ് എന്നായിരുന്നു വിനായകന്റെ പോസ്റ്റ്. വിവാദമായതോടെ താരം കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തു.